ഗുഡ് മോർണിംഗ്. കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ റോമൻസ് 8:14 പറയുന്നു, ഇംഗ്ലീഷിൽ വായിക്കാം. ഫോർ ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദീസ് ആർ സൺസ് ഓഫ് ഗോഡ്. ഇനി ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, ഈ കാറ്റഗറി നമ്മൾ വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഓർക്കുന്നുണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ആസ് എ ക്രിസ്ത്യൻ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കും. ഞാൻ 25 വർഷം അങ്ങനെ ചെയ്തു. എൻ്റെ ഇപ്പോൾ 32 വർഷമായി വിശ്വാസിച്ചത്. അതിൽ 25 വർഷം ഞാൻ ഒരു സ്വയ തൃപ്തി ഇരിക്കുകയാണ്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ തന്നെ ഞാൻ ഐ ജഡ്ജ് മൈസെൽഫ്. അന്നേരം എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഈ കാറ്റഗറി വരത്തില്ല. ആൾ കുഴപ്പമൊന്നുമില്ല, വേണ്ടാത്തതെന്ന് ഒഴിവായി ഒരു അത്യാവശ്യം ഒരു ദൈവം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒക്കെയാണ്, ഒക്കെ ശരി. പക്ഷേ ഈ കാറ്റഗറിയിൽ വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊരു ദൈവമല്ല. അല്ല, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നടത്തപ്പെടുന്നുണ്ടോ? എന്നെ നടത്താനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. ആദ്യം ഇത് വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് തന്നേക്കുന്ന കുറച്ച് അന്യഭാഷ പറയാനോ, ടങ്സ് പറയാനോ, രോഗികളെ സൗഖ്യമാക്കാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒന്നും മാത്രമല്ല. അതൊക്കെ അതിന് ശേഷമുള്ളതാണ്. അതൊക്കെ കൃപാവരങ്ങളാണ്. യഥാർത്ഥമായിട്ടും പരിശുദ്ധാത്മാവിന് തന്നിരിക്കുന്ന ഉദ്ദേശം പിതാവിൻ്റെ സ്റ്റാൻഡേർഡിൽ നമ്മളെ നടത്താൻ സഹായിക്കുക, പിതാവിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് കാണിച്ചു തരിക, എന്നിട്ട് അതിൽ നടക്കാനുള്ള ശക്തി നമുക്ക് തരിക. ഇത് രണ്ടും തരും, ആഗ്രഹവും തരും, ശക്തിയും തരും. കാരണം ആഗ്രഹം തന്നെ തന്നിട്ട് മാറുന്നിട്ട് കാര്യമുണ്ടോ? നമ്മളെക്കൂടെ പറ്റത്തില്ലല്ലോ. വി ആർ ഇൻ എ ഫോളൻ ബോഡി. അപ്പോൾ അതിനുള്ള ശക്തി ആരാഗ്രഹിക്കുന്നോ, ഈ പരിശുദ്ധമായ ഒരു ആഗ്രഹം തോന്നും, ഒരു നല്ല ജീവിതം നയിക്കണം. യെസ്, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഈ എന്നാ പറയുക ഫോളൻ ബോഡിയിലായതുകൊണ്ട് എന്നെ കൊണ്ടത് പറ്റത്തില്ല. അതും പിതാവിനായി. അപ്പോൾ പിന്നെന്താ ചെയ്യേണ്ടത്? അതിനാവശ്യമായ ശക്തി തരണം. ഈ ശക്തി തരാനാണ് പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ആഗ്രഹം തരുന്നതും ശക്തി തരുന്നതും പരിശുദ്ധാത്മാവാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു കീഴടൽ ഇങ്ങനെ ആദ്യം ഉണ്ടാകണം. അതിനാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. പുവർ ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നുള്ള മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു. ആത്മാവിൽ ദരിദ്രർ, യേശുക്രിസ്തു പറഞ്ഞ കാര്യം, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അത് ആരാണ് തിരിച്ചറിയുന്നത്? എനിക്ക് കർത്താവിനെ കൂടാതെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിയുന്നതിനാണ് ആത്മാവിൽ ദരിദ്രൻ. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ട പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വിശ്വസിക്കണം. ഫൗണ്ടേഷൻ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ കല്ല്. Those who are led by the Spirit of God are the children of God. ഇത് ബൈ ഫെയ്ത്ത് യു റിസീവ് ഇറ്റ്. കാരണം പറഞ്ഞേക്കുന്നത് കർത്താവാണ്. കർത്താവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വേറൊരു വേർഷനില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. അത് വേണ്ട, അത് ഇച്ചിരി പാടാം, ഞാൻ ഇങ്ങനെ പൊക്കോളാം എന്ന് പറയും. there is no plan B. ഇനി താഴോട്ട് വായിക്കാം. For as many as are led by the Spirit of God, these are sons of God. For you did not receive the spirit of bondage again to fear. ഭയപ്പെടാൻ നിങ്ങൾ അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രൈസിസ് വരുമ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഭയന്ന് പോകുന്നത്? സിമ്പിളായിട്ട് റീസൺ, പരിശുദ്ധാത്മാവിനല്ല നമ്മൾ നടത്തപ്പെടുന്നത്. പിന്നെയോ അടിമത്തത്തിൻ്റെ ആത്മാവ്, ഭയത്തിൻ്റെ ആത്മാവ്. അതല്ലേ ഇപ്പോൾ വായിച്ചു കിട്ടും. For you did not receive the spirit of bondage again to fear. നീ വീണ്ടും ഭയത്തിലേക്ക് നടത്തുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. കാരണം അതിൻ്റെ താഴോട്ട് വായിച്ചു വയ്ക്കാം. But you received the spirit of adoption by whom we cry out, Abba Father. അപ്പ എന്ന് പറയുന്നത് ഹീബ്രു വേർഡ്, അപ്പൻ എന്ന് വിളിക്കുന്നത്, പപ്പ, ഡാഡി, അതിന് ഇൻസ്റ്റലായിട്ട് വിളിക്കുന്ന പേരാണ് അബ്ബ. അതാണ് യു ഡിഡ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ് അഗെയിൻ. ഒരു ദൈവത്തിൻ്റെ കാര്യം എപ്പോഴും ഓർത്തോണം. വിശ്വാസത്താൽ ഇതെല്ലാം നടക്കും കേട്ടോ. ഒന്ന്, പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കാനല്ല, ഭയപ്പെടാനല്ല, ധൈര്യത്തോടെ ഏത് പ്രതിസന്ധി വരുമ്പോഴും നോ, എൻ്റെ കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കും. അപ്പം ഞാനെന്തിനാ പേടിക്കുന്നത്? പേടിക്കുന്ന എന്തുകൊണ്ടാണ്? ഞാനിപ്പോഴും അടിമത്തത്തിൻ്റെ ആത്മാവിന് പുറത്തു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഞാൻ നിറഞ്ഞിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് നമ്മൾ ഈ അപ്പസ്തോല പ്രവൃത്തി വായിക്കുമ്പോഴത്തേക്ക്
പൗലോസ് ഇന്ന് ഒരു കൂട്ടം ശിഷ്യന്മാരുടെ ചോദിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും അതെന്താണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. ഓക്കെ. For you did not receive the spirit of bondage again to fear, but you received the spirit of adoption by whom we cry out, Abba, Father. അപ്പം നമ്മൾ ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, പിന്നെ അപ്പനെ, ദൈവത്തെ, ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തെ അപ്പായേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതാണ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഈ പുത്രനാണെന്ന് ഉറപ്പ് തരുന്ന ആത്മാവ്. ഞാനൊരു ദൈവത്തിലാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഉറപ്പ് പരിശുദ്ധാത്മാവ് തരണം. ആ ആത്മാവിനാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വിശ്വസിക്കണം. ബൈ ഹൂം വി ക്രൈ ഔട്ട്, അബ്ബാ, ഫാദർ. The Spirit Himself bears witness with our spirit that we are children of God. The Spirit Himself bears witness, പരിശുദ്ധാത്മാവ്, വിത്ത് അവർ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന്, വീണ്ടും ജന്മം നടന്ന എൻ്റെ ആത്മാവിനല്ലോ, എൻ്റെ ആത്മാവിനൊരു ഉറപ്പ് കൊടുക്കും, ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതല. ഞാൻ ഹോസ്പിറ്റലിൽ എന്നോട് ഈ പ്രൊസീജിയറെല്ലാം പറഞ്ഞു. ആദ്യം ഞാനൊന്ന് കരഞ്ഞു. അപ്പോഴത്തേക്കും എന്നോട് ഉറപ്പ് തന്നു, നോ, യു ആർ നോട്ട് എലോൺ, യു ആർ മൈ ചൈൽഡ്. ഞാൻ അറിയാതെയും അനുവദിക്കാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒരു മുടി പോലും പൊഴിയത്തില്ല. യെസ്, ഞാനത് വിശ്വസിച്ചു. കാരണം പറഞ്ഞേക്കുന്ന ആരാ? ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉറപ്പ് വന്നേക്കുന്നേ. അതിലാണ് ഞാൻ ധൈര്യപ്പെട്ടത്. That we are children of God. ബാക്കി അടുത്ത എപ്പിസോഡ് കഥ വലിയ